നാരായണ. ശ്രീമന്നാരായണീയം നവമസ്കന്ധം അതിൽ 35-ാമത്തെ ദശകത്തിൽ 3 ശ്ലോകം നമ്മൾ പറഞ്ഞു വെച്ചു. 4-ാമത്തെ ശ്ലോകം രാമായണം 20 ശ്ലോകങ്ങളായിട്ട് 2 ദശകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ ദശകം 3 ഭാഗമായിട്ട് പറഞ്ഞു. 2-ാമത്തെ ദശകം ഇപ്പോൾ 2 ഭാഗം കഴിഞ്ഞു. ഇനി 4-ാമത്തെ ശ്ലോകമാണ്. ഇത് 3-ാമത്തെ ഭാഗമാണ്. 2-ാമത്തെ ദശകത്തിലെ 3-ാമത്തെ ഭാഗം. അപ്പോൾ 6-ാമത്തെ ഭാഗമായി രാമായണം. ഓം ദശകം 35 ശ്ലോകം 4. ഓം ത്വം സുഗ്രീവാംഗദാദി പ്രബല കപിചമോ ചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. സുഗ്രീവ അംഗദാദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്ര. സുഗ്രീവൻ അംഗദൻ തൊട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള വാനര സൈന്യം കൂട്ടത്തോടു കൂടിയിട്ട് ആക്രമിച്ചു. ആ ഭൂമിയുടെ മുകളിലും അന്തരീക്ഷത്തിലും ഭൂമി ചക്രവാളത്തോടു കൂടിയതായിട്ട് വളരെയധികം എത്രത്തോളം ഭീകരമായിട്ട് തന്നെ ആക്രമിക്കാൻ പറ്റുമോ അത്രത്തോളം ആക്രമിച്ചു എന്നതാണ് അതിൻ്റെ സാരം. പിന്നെ രാമനെ ജയിപ്പിക്കുക, രാമന് വേണ്ടിയിട്ട് സേവനം ചെയ്യുക, രാമൻ്റെ ആശീർവാദത്തെ നേടുക, സീതാന്വേഷണത്തിന് സഹായിക്കുക, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ മനോഭാവങ്ങളാണ് ആ സമയത്ത് ഈ വാനരന്മാർക്കുള്ളത്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും അതേപോലെ അത് ഭൂമിയും അന്തരീക്ഷവും നിറഞ്ഞു. അതാണ് സുഗ്രീവ അംഗദാദി പ്രബല കപി ചമു. സൈന്യം എന്നർത്ഥം, വലിയ സൈന്യമാണ്. ചമു സൈന്യം, വലിയ സംഘം. ചക്ര വിക്രാന്ത ഭൂമി ചക്ര, ഭൂമി മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു എന്ന് സാരം. അതാണ് അഭിക്രമ്യ. അങ്ങനെ ഈ വലിയ സൈന്യം യാത്ര തിരിക്കുകയാണ് യുദ്ധത്തിന് വേണ്ടിയിട്ട്. പാരേ ജലധി, സമുദ്രതീരത്ത്. നിശിചരേന്ദ്ര അനുജാശ്രീയമാണ്. നിശിചരൻ, ഈ രാത്രിയിൽ സഞ്ചാരം ചെയ്യുന്ന രാജാവായിട്ടുള്ള നിശിചര ഇന്ദ്ര. അപ്പോൾ അതിൽ രാക്ഷസന്മാർ രാത്രി സഞ്ചാരം ചെയ്യും. അവർക്ക് തമോ ഗുണമായതുകൊണ്ട് അവർ പകലല്ല, കൂടുതൽ രാത്രിയാണ് ആക്രമിക്കുക. ശക്തിയും ആ സമയത്താണ്. അങ്ങനെ നിശിചര രാജാവായിട്ടുള്ള ഈ രാവണൻ്റെ, അവിടെ രാവണനാണല്ലോ രാമൻ്റെ എതിരാളിയായിട്ട് വരിക, അപ്പോൾ ആ ശത്രുവായിട്ട് വരിക. ആ രാവണൻ്റെ അനുജാശ്രീയമാണ്, അനുജനാൽ ശരണം പ്രാപിക്കപ്പെട്ടവനും, അനുജനാൽ ആശ്രീയമാണ്. അവിടെ വിഭീഷണൻ ഈ രാമൻ്റെ അടുത്ത് വന്ന് അഭയം പ്രാപിച്ചു. രാവണൻ വിഭീഷണനെ പുറത്താക്കി. സീതയെ കട്ടുകൊണ്ടുവന്ന രാവണൻ്റെ ആ പ്രവൃത്തി വളരെ മോശമാണ്. അത് അങ്ങയ്ക്ക് നാശമാണ്, കുലത്തിന് നാശമാണ്. അങ്ങ് സീതയെ തിരിച്ചേൽപ്പിക്കണം. അങ്ങയ്ക്ക് പത്നിമാരായിട്ട് ഇഷ്ടംപോലെ സ്ത്രീകളെ കിട്ടാനുണ്ട്. മണ്ഡോദരി അതിസുന്ദരിയാണ്, പതിവ്രതയാണ്. അതിൽ കിട്ടാത്തതായിട്ട് ഒരു സുഖവും മറ്റൊരു സ്ത്രീയിലും കിട്ടില്ല. പിന്നെ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിന് ശ്രമിക്കണത്? അത് കുലനാശമല്ലേ സംഭവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇഷ്ടമായില്ല. എൻ്റെ അനുജൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം. നമ്മൾ ക്ഷത്രിയ കുലം, രാക്ഷസ കുലമാണ്. രാക്ഷസ കുലത്തിന് അനുയോജ്യമായിട്ടുള്ള പ്രവൃത്തിയെ ചെയ്യാവൂ, ചിന്തിക്കാവൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. അപ്പോൾ വധിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുറത്താക്കി. പുറത്താക്കി കഴിഞ്ഞപ്പോൾ രാമനെ ആശ്രയം പ്രാപിച്ചു. തൽപ്രോക്താം, ആ വിഭീഷൺ പറയപ്പെട്ടതായിട്ടുള്ള ശത്രുവാർത്താം, ശത്രുവിൻ്റെ
രാവണന്റെ രാവണകുംഭകർണാദികളുടെ മുഴുവൻ രഹസ്യങ്ങളെയും വിഭീഷണൻ പറഞ്ഞു. വിഭീഷണനാവരുത് എന്നതാണ് നമ്മളോട് പറയാനുള്ളത്. അതായത് രാക്ഷസകുലത്തിൽ ജനിച്ചു, എന്നിട്ട് ആ രാക്ഷസകുലത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ അവരുടെ രഹസ്യങ്ങൾ മുഴുവനെ ശത്രുപക്ഷമായിട്ടുള്ള ശ്രീരാമന് പറഞ്ഞു കൊടുത്തു. അത് ചെയ്യാൻ പാടില്ല സ്വതः. മരിച്ചതിന് ശേഷം, രാവണൻ മരിച്ചതിന് ശേഷം രാമൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ രാവണനെ വധിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും സൂത്രങ്ങളും മുഴുവനെ പറഞ്ഞു കൊടുത്തു എന്നത് ഒരു വലിയ പാഠമാണ്. അവിടെ വിഭീഷണന്റെ നോട്ടത്തിൽ സാത്വികത വളർത്തുക, ഏട്ടനെ രക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും വധോപായം അടക്കം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു, പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇനി കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല, അവിടെ അങ്ങനെ ചെയ്തത് തെറ്റ് എന്നുള്ള വിഷയവും ഇല്ല. എങ്കിലും സ്വന്തം കുലത്തിനെ കുലംകുത്തിയായിട്ട് മാറിയില്ലേ, അവിടെ അധർമ്മത്തിന് കൂട്ടുനിന്നില്ല എന്നതാണ് ധാർമ്മികനായിട്ടുള്ള വിഭീഷണന്റെ മേന്മ. ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിയതും അതാണ്. എനിക്ക് എപ്പോഴാണോ അധർമ്മികളുമായിട്ട് കൂടിച്ചേരേണ്ടി വരുന്നത് അപ്പോൾ എന്നെ അവിടെ നിന്നും അകറ്റണം, ഇതാണ് വരം. അപ്പോൾ അതികഠിനമായിട്ടുള്ള അധർമ്മമാണ് അന്യ ഭാര്യയെ കട്ടിക്കൊണ്ടുപോരുക, പ്രാപിക്കാൻ നിൽക്കുക എന്നത്. അത് ഏട്ടൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശാപം മൂലമാണ് സീതയെ തൊടാത്തത്. രംഭയുടെ ശാപമുണ്ട്, അനവധി ശാപങ്ങളുണ്ട്. സമ്മതമില്ലാതെ കണ്ട ഒരു സ്ത്രീയെ തൊട്ട് കഴിഞ്ഞാൽ അപ്പം മരിക്കും, പിന്നെ യുദ്ധത്തിൻ്റെ വിഷയമില്ല. അപ്പോൾ അത് തൊടാത്തത് ഈ ശാപം കാരണം. അപ്പം അതുകൊണ്ട് അങ്ങ് ഇപ്പം ചെയ്തത് വലിയ അധർമ്മമാണ്, അതുകൊണ്ട് ആ അധർമ്മത്തിൽ നിന്നും പിന്മാറണം എന്ന് പറഞ്ഞപ്പോഴാണ് പുറത്താക്കിയത്. അപ്പോൾ ഇവിടെ വരബലം അനുസരിച്ച് അധർമ്മം അവിടെ പങ്കാളിയാവാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് പുറത്തായി, സ്വയമേവ തന്നെ പുറത്താവുകയും ചെയ്തു. ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. നിർത്തണം എന്നും വരാണ്. അപ്പോൾ വിഭീഷണൻ ചെയ്തത് തെറ്റില്ല, എങ്കിലും വിഭീഷണനാവരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. തൽപ്രോക്താം, ആ വിഭീഷണനാൽ പറയപ്പെട്ടതായിട്ടുള്ള ശത്രുവാർത്താം, ശത്രുവിൻ്റെ എല്ലാ രഹസ്യങ്ങളും രഹസി ഏകാന്തതയിൽ നിശമയൻ കേൾക്കുന്നതും ആയിട്ടുള്ള ത്വം ഭഗവാനെ അങ്ങ് പ്രാർത്ഥന പാർത്ഥ്യ രോഷ പ്രസ്താഗ്നേയാസ്ത്ര തേജസ്ത്രസദുദധിഗിര. പ്രാർത്ഥന, ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, അങ്ങനെ ചെയ്യൂട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രയോജനമില്ലാത്ത കാര്യമായതുകൊണ്ട് ഉണ്ടായ കോപനിമിത്തം പ്രയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ഭയന്നുവശായിട്ടുള്ള സമുദ്രത്തിൻ്റെ വാക്കനുസരിച്ച് ഭഗവാൻ വരുണനോട് എനിക്ക് ലങ്കയിലേക്ക് പോകാനുള്ള വഴി തരണമെന്ന് പറഞ്ഞപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വരുണനെ വിളിച്ചപ്പോൾ വരുണൻ വന്നില്ല. അപ്പോൾ ശുണ്ഠി വന്നു ഭഗവാന്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കോപം ഒരു ആഗ്നേയാസ്ത്രം കൊണ്ട് ഈ വരുണൻ്റെ സമ്പത്തായിട്ടുള്ള ജലത്തെ മുഴുവൻ ഞാനിതാ വറ്റിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആഗ്നേയാസ്ത്രം തൊടുത്തത്. തൊടുത്തില്ല, അവിടെ ശരം വില്ലിൽ വെച്ചു. അപ്പോഴേക്കും പാശി വേഗം വന്നു. വരുണൻ വേഗം വന്നിട്ട് വരുണൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇന്ന രീതി കൂടെ പോയി കഴിഞ്ഞാൽ ലങ്കയിലെത്താൻ എളുപ്പമുണ്ട് എന്നെനിക്ക് വഴി കാണിച്ചു കൊടുത്തു. അങ്ങനെ ആണ് സേതുബന്ധനം നടത്തിയത്. അപ്പോൾ ഈ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കൊണ്ട് ഭയന്ന് വരച്ചതായിട്ടുള്ള ആ വരുണൻ ഇവിടെ വന്ന് സേതു ബന്ധിച്ചോളാൻ വഴി കാണിച്ചു കൊടുത്തു, പറഞ്ഞു. സമുദ്രത്തിൻ്റെ മധ്യത്തിലൂടെ മധ്യമാർഗം, സമുദ്ര മധ്യമാർഗം ലബ്ധവാൻ. അപ്പോൾ സമുദ്രമധ്യത്തിലൂടെ ഈ സേതു നിർമ്മിക്കാനുള്ളതായിട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. അത് ചെയ്യുകയും ചെയ്തു. വാനരന്മാരത് ചെയ്തു. സുഗ്രീവ അംഗദാദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്ര അഭിക്രമ്യ പാരേ ജലധി നിശിചര ഇന്ദ്ര അനുജ ആശ്രീയമാണ്. തത് പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ ത്വം പ്രാർത്ഥന പാർത്ഥ്യരോഷ ആഗ്നേയാസ്ത്ര അസ്ത്ര തേജഃ ത്രസദ് ഉദധിഗിര. മധ്യമാർഗം, ഈ സമുദ്രത്തിൻ്റെ
വാക്ക് ഉദധി ഗിര. ഗിര എന്ന് പറഞ്ഞ വാക്ക്. ഉദധി, ഉദകപൂർവം എന്ന് പറയില്ലേ, വെള്ളം. ഉദധി, അതിൻ്റെ നായകനായിട്ടുള്ള സാരം അതാണ്. അപ്പോൾ വരുണനാണ് അത് വരിക. ഉദധി ഗിര, ആ വരുണന്റെ വാക്കനുസരിച്ച് മധ്യമാർഗം ലബ്ധവാൻ, സമുദ്രമധ്യത്തിലൂടെ മാർഗത്തെ ലഭിച്ചതായിട്ടുള്ള പരശുരാമൻ എന്ന് പകുതി പറഞ്ഞു വെച്ചു. ഈ ബാക്കിയുള്ള അടുത്ത ശ്ലോകത്തിലാണ്. സുഗ്രീവൻ അങ്കദം തൊട്ടുള്ള മഹാകേമന്മാരായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള വാനര സൈന്യ സമൂഹം, അവരാൽ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള ഈ സൈന്യസമേതം ചെല്ലുകയാണ്. വലിയ സൈന്യമായിട്ടാണ് ചെല്ലുന്നത്. അവരുടെ ആക്രോശാദികൾ, അത്യുത്സാഹം കൊണ്ടിട്ടുള്ള ചാട്ടം, മറ്റേ വാനരന്മാരങ്ങനെയാണല്ലോ, ഓടുക, ചാടുക, ആയുധം സംഭരിക്കുക, ആയുധം ഉയർത്തുക, ആക്രോശിക്കുക, വെല്ലുവിളിക്കുക, ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുക, മരം കടപഴക്കുക, അങ്ങനെ പലതും ചെയ്യുക. കല്ലെടുത്ത് എറിയുക, അങ്ങനല്ലേ. മുഖഭാവങ്ങൾ, ഇതെല്ലാം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കപ്പെട്ടു. അതാണ് ആ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള ഭൂചക്രവാളത്തോട് കൂടിയിട്ട് എന്ന് പറയാനുള്ള കാരണം. അഭിക്രമ്യ, അങ്ങനെ യാത്ര തിരിച്ചിട്ട് സമുദ്രതീരത്തെത്തി. അപ്പോൾ അവിടെ നിന്നപ്പോൾ ഈ രാവണൻ്റെ അനുജൻ വിഭീഷണൻ ശരണം പ്രാപിച്ചു ശ്രീരാമനെ. ആ വിഭീഷണൻ സ്വകാര്യത്തിൽ എല്ലാ കാര്യങ്ങളും, രാവണവധത്തിന് വേണ്ടതായിട്ടുള്ള രാവണവധോപായം ഉൾപ്പെടെയുള്ള ലങ്കാരഹസ്യാദികളെല്ലാം പറഞ്ഞു കൊടുത്തു. അതെല്ലാം കേട്ടു രാമൻ. അതിനുശേഷം ഈ വരുണനോട് സമുദ്രം മറികടക്കാനുള്ളതായിട്ടുള്ള വഴി, സേതു ബന്ധിക്കാനുള്ള വഴി തരണം എന്ന് പറഞ്ഞപ്പോൾ വരുണൻ വരാൻ തന്നെ കൂട്ടാക്കിയില്ല. കേട്ടു തന്നെ നടിച്ചില്ല. അപ്പോൾ ആഗ്നേയാസ്ത്രം കൊണ്ട് ഞാൻ നിന്റെ ജലത്തെ വറ്റിക്കും എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് വരുണൻ വന്നു, കാല് പിടിച്ചു. എന്നിട്ട് വഴി ഇന്ന രീതിയിൽ കെട്ടിക്കോളൂ, സമുദ്രത്തിൽ സേതു ബന്ധിച്ചോളൂ, എന്നിട്ട് കടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ടതായിട്ടുള്ള മാർഗം ലഭിച്ചതായിട്ടുള്ള ആ ഭഗവാൻ ത്വം സുഗ്രീവ അംഗദ ആദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്ര അഭിക്രമ്യ പാരേ ജലധി നിശിചര ഇന്ദ്ര അനുജ ആശ്രീയമാണഃ തത് പ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാസ്താഗ്നേയാസ്ത്ര തേജഃ ത്രസത് ഉദധി ഗിര ലബ്ധവാൻ മധ്യമാർഗം എന്ന് പദച്ഛേദം. ത്വം സുഗ്രീവാംഗദാദി പ്രബല കപി ചമു ചക്ര വിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജാശ്രീയമാണാം തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുദധി ഗിരാ ലബ്ധവാൻ മധ്യമാർഗം. ഇനി അഞ്ചാമത്തെ ശ്ലോകം. കീശൈരാശാന്തരോപാഹൃതഗിരിനികരൈः സേതുമാധാപ്യ യാദോന്യാമർദ്യദംഷ്ട്രാനഖശിരസി യാദോന്യാമർദ്യദംഷ്ട്രാനഖശിഖരിശിലാസാലശസ്ത്രൈः സ്വസൈന്യൈः വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാന്നാഗാസ്ത്രബദ്ധ പദഗപതിഗരുന്മാരുതൈർമോചിതോ ഭൂം. ആശാന്തരോപാഹൃത ഗിരിനികരൈഹി, എല്ലാ ദിക്കുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള പർവ്വതശിഖരങ്ങളോട് കൂടിയ. ആശാന്തരോപാഹൃത ഗിരിനികരൈഹി, ഗിരിനികരങ്ങളെ കൊണ്ട്. ഗിരിനികരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിരിശൃംഗങ്ങൾ. ഓരോ വലിയ പാറക്കല്ലുകൾ പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അത് ഓരോ പർവ്വത ശിഖരമാണോ എന്ന് തോന്നും. അങ്ങനെയുള്ള പർവ്വത ശിഖരങ്ങൾ ആശാന്തര ഉപാഹൃത, ആശയ്ക്ക് ഒരു അവസാനം ഉണ്ടാവുക, അങ്ങനെയുള്ളത് പർവ്വതത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നും എന്ന് സാരം. നമ്മുടെ ആശ സ്വതേ അവസാനിക്കുക അങ്ങനെയില്ല, അതുകൊണ്ടാണ് ആശാന്തരം. അത് കഴിയുക അങ്ങനെയില്ല, ദിക്കുകൾ. അതുകൊണ്ടാണ് ദിക്കുകളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള ഉപാഹൃതം, കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള. അപ്പോൾ ഈ ദിക്കുകളുടെ അതിർത്തിയായിട്ട് പർവ്വതങ്ങളൊക്കെയാണ് സാധാരണ വയ്ക്കുക. നദി, പർവ്വതം, ഇതൊക്കെയാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ അവിടെ പർവ്വതം, ഇപ്പോൾ ഹിമാലയം,
ഒരു അതിർത്തിയാണ്. സഹ്യപർവ്വതം ഒരു അതിർത്തിയാണ്. ഇങ്ങനെ ഈ ആശാന്തര ഉപാഹൃത ഗിരിനികരൈഹി, അപ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നും ഈ ദിക്കിൻ്റെ അവസാനത്തിൽ പർവ്വതത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള പർവ്വത ശിഖരങ്ങളോട് കൂടിയിട്ട് കീശൈഹി, ഈ വാനരന്മാരാൽ, കീശൈഹി എന്ന് പറഞ്ഞാൽ വാനരന്മാരാൽ, സേതും ആധാപ്യ, ഈ വാനരന്മാരാൽ സേതുവെ ബന്ധിച്ചിട്ട്, ചിറ കെട്ടി എന്ന് സാരം. സേതു ആധാപ്യ, അത് സ്ഥാപിച്ചു, അതാണ് സേതു സ്ഥാപിച്ചു, ചിറ കെട്ടി. യാതഹ, ലങ്കയിലേക്ക് പോയ, യാതഹ എന്ന് പറഞ്ഞാൽ പോയ, യാനം ചെയ്ത, യാത്ര ചെയ്തതായിട്ടുള്ള ത്വം ഭഗവാനെ, അങ്ങ് എല്ലാവരോടും കൂടിയിട്ടാണ് അങ്ങ് യാത്ര ചെയ്തത്. ദംഷ്ട്ര നഖ ശിഖരി ശില സാല ശസ്ത്രൈഹി, അവിടെ ആയുധങ്ങളെയാണ് പറയണത്. ദംഷ്ട്ര പല്ലുകൾ, ദംഷ്ട്ര പല്ലുകൾ ആയുധങ്ങളാക്കിയിട്ടുണ്ട്. നഖങ്ങൾ, വാനരന്മാരുടെ നഖങ്ങൾ ആയുധങ്ങളാക്കിയിട്ടുണ്ട്. പർവ്വതങ്ങൾ, ഓരോ പാറക്കല്ലുകൾ പർവ്വതം പോലെയാണ്, അതിനെ ആയുധങ്ങളാക്കിയിട്ടുണ്ട്. പാറകൾ, വലിയ വലിയ പാറകൾ, ഇപ്പോൾ പർവ്വത ശിഖരങ്ങൾ ഒന്നിച്ച് മണ്ണും വല്ലും ഒക്കെ ഉണ്ടാവും, എന്നു വെച്ചാൽ പാറ മാത്രമായതുണ്ടാവും. പിന്നെ വലിയ വലിയ മരങ്ങൾ, പനകൾ ഒക്കെ ആയുധങ്ങളാക്കിയിട്ട് ഈ കീശൈഹി, ഈ വാനരന്മാര് യാതൂന്യാമർദ്യ, ഈ രാക്ഷസന്മാരെ മർദ്ദിച്ചിട്ട്, യാതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാക്ഷസവർഗം, അസുരവർഗമൊക്കെ അതിൽ വിടാം, രാത്രീചരന്മാരൊക്കെ അതിലെ വിടാം. അപ്പോൾ യാതുധാന്യന്മാരെ, ദുഷ്ടത ചെയ്യുന്നവരെ എന്ന് സാരം. യാതുന്യ ആമർദ്യ, ഈ യാതുക്കളെ മുഴുവൻ യാതുനി ആമർദ്യ, അതാണ് യാതുന്യാമർദ്യ. യാതുനി, രാക്ഷസന്മാരിൽ മർദ്ദനം ചെയ്തുകൊണ്ട്, യാതുനി ആമർദ്യ, രാക്ഷസന്മാരെ മർദ്ദിച്ച സമരഭുവി, ഈ യുദ്ധഭൂമിയിൽ സ അനുജ, ലക്ഷ്മണനോട് കൂടിയിട്ട്, ശ്രീരാമൻ്റെ അനുജ ലക്ഷ്മണൻ, സ അനുജ, അനുജനോട് കൂടിയിട്ട്, ശ്രീരാമ ലക്ഷ്മണനോട് കൂടിയിട്ട്, പരം, ഏറ്റവും കേമമായിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള, മാക്സിമം, വിക്രമം, അതിധീരമായിട്ടുള്ള യുദ്ധത്തെ ചെയ്തു എന്നാണ്. വ്യാകുർവൻ, പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. സദാസമയത്തും ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള വലിയ നേതാക്കന്മാരെ ശ്രീരാമനാൽ വധിക്കപ്പെട്ടു. ശക്രജേത്ര, പിന്നെ രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ രഥം കൊടുത്തേക്ക്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇന്ദ്രനെ തോൽപ്പിച്ചതായിട്ടുള്ള മേഘനാഥൻ ഇന്ദ്രജിത്ത്, ആ ശക്രജേത്രാവായിട്ടുള്ള രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രനെ ജയിച്ചതായിട്ടുള്ള ആ മണ്ഡോദരി പുത്രൻ ശങ്കരാംശം, നാഗാസ്ത്രബദ്ധ, നാഗാസ്ത്രം കൊണ്ട് ഈ രാമനെയും ലക്ഷ്മണനെയും ബന്ധിച്ചു. അപ്പോൾ യുദ്ധസമയത്ത് അതിവീര്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ അനവധി ദിവ്യാസ്ത്രങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് വരബലം കൊണ്ട് ഈ മേഘനാഥൻ, ഇന്ദ്രനെ ജയിച്ച ആളാണ്. ആ ഇന്ദ്രജിത്ത് ഈ രാമനെയും ലക്ഷ്മണനെയും നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. അത് ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ മരിക്കും. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ ഈ ബന്ധത്തെ മോചിപ്പിക്കണം. അത് വാനരന്മാർക്ക് ആർക്കും സാധ്യമായില്ല. അപ്പോൾ വളരെ വേഗം തന്നെ പതകപതി ഗരുൻ മാരുതൈഹി മോചിത അഭൂ, ഈ ഗരുഡ മന്ത്രം ജപിച്ചുകൊണ്ട് ഗരുഡനെ വരുത്തി. ഗരുഡൻ വന്നു കഴിഞ്ഞപ്പോൾ, ഗരുഡൻ്റെ ചിറകടിയുടെ കാറ്റ് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഈ നാഗം അവിടെ നിന്നും പോയി. നാഗത്തിൻ്റെ നാഗപാശം കെട്ടഴിഞ്ഞു, വിഷവീര്യം പോയി. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും മുക്തനായി തീർന്നു. നാഗപാശം കൊണ്ട് ഇന്ദ്രജിത്ത് ബന്ധിച്ചു കഴിഞ്ഞപ്പോൾ ഗരുഡമന്ത്രം ജപിച്ചുകൊണ്ട് ഹനുമാൻ ഗരുഡനെ വിളിച്ചു വരുത്തി. അവിടെ പോയിട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് രാമായണം. ഏതായാലും അവിടെ ഗരുഡൻ വന്നു. ഗരുഡൻ വന്നപ്പോൾ ആ ചിറകടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ പാമ്പുകളൊക്കെ നിർവീര്യമായി. രണ്ടുപേരെയും നാഗാസ്ത്രം കൊണ്ടാണ് ബന്ധിച്ചത്. അപ്പോൾ ആ നാഗാസ്ത്രം നിർവീര്യമായി. ഇങ്ങനെ ആ ശ്ലോകം. ആശാന്തരോപാഹൃത ഗിരിനികരൈഹി കീശൈഹി സേതുമാധാപ്യ യാതഃ ത്വം ദംഷ്ട്ര നഖ ശിഖരി ശില സാല ശസ്ത്രൈഹി യാതൂനി ആമർദ്യ സമരഭുവി സ അനുജഃ പരം വിക്രമം വ്യാകുർവൻ.
ശക്രജേത്ര നാഗാസ്ത്രബദ്ധ വേഗാത് പതകപതി ഗരുന്മാരുതൈഹി മോചിത അഭൂഹു. അപ്പോൾ ഈ ഗരത്തെ, വിഷത്തെ, പാമ്പിൻ്റെ വിഷത്തെ ഗരുഡൻ വന്നു കഴിഞ്ഞപ്പോൾ നിർവീര്യമാക്കുകയും കൂടെ ചെയ്തു എന്ന് അന്വയം. എല്ലാ ദിക്കുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള പർവ്വത ശിഖരങ്ങൾ, പർവ്വത സമാനമായിട്ടുള്ള പാറക്കല്ലുകളെ കൊണ്ട് ഈ വാനരന്മാര് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ചിറകെട്ടി സേതു ബന്ധിച്ചു. ലങ്കയിലേക്ക് കടക്കാൻ സാധിച്ചു. എല്ലാവരും കൂടിയിട്ട് അവിടെ എത്തി. പോകുന്ന സമയത്ത് പല്ല് ആയുധമാക്കിയിട്ടുണ്ട്, നഖങ്ങൾ ആയുധമാക്കിയിട്ടുണ്ട്, പർവ്വതങ്ങൾ, പാറകൾ, പനകൾ തൊട്ടുള്ള പലതും കിട്ടിയതൊക്കെ ആയുധമാക്കിക്കൊണ്ട് ഈ വാനര സൈന്യം അനവധി രാക്ഷസന്മാരെ നന്നായിട്ട് തന്നെ മർദ്ദിച്ച് ശിക്ഷിച്ച് യുദ്ധഭൂമിയിൽ ലക്ഷ്മണനോട് കൂടിയിട്ട് ഈ ശ്രീരാമൻ അതിമഹത്തായിട്ടുള്ള ധീരത പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്ന സമയത്ത് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വന്ന സമയത്ത് ഇന്ദ്രജിത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വധിക്കുകയാണോ വേണ്ടത്, അതിന് കൊണ്ടുകൊടുക്കുകയാണോ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യത്തെ തവണ ഹനുമാൻ വന്നു കഴിഞ്ഞപ്പോൾ ഹനുമാനെ ഇതുപോലെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ചിട്ട് നേരെയില്ല. അപ്പോൾ അതുകൊണ്ട് നാഗപാശം കൊണ്ട് ബന്ധിച്ചു. നിശ്ചിത സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷവീര്യം കാരണം മരിച്ചു. ആ രീതിയിലുള്ള ഒരു നാഗപാശം പ്രയോഗിക്കപ്പെട്ടു. രാമനും ലക്ഷ്മണനും ബോധം കെട്ടു. ആ സമയത്ത് ഗരുഡമന്ത്രം ജപിച്ചുകൊണ്ട് ഹനുമാനാൽ ഗരുഡനെ വരുത്തി. ഹനുമാനും എല്ലാവരും കൂടിയിട്ടാണ്, ഒരാളും മാത്രമില്ല, ഏതായാലും എല്ലാവരും കൂടിയിട്ട്. എന്നാലും ഹനുമാനാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം. അങ്ങനെ ഗരുഡൻ വന്നു. ഗരുഡൻ്റെ കാറ്റ് തട്ടി കഴിഞ്ഞപ്പോൾ ഈ വിഷവീര്യമൊക്കെ ഇല്ലാണ്ടായി, നാഗപാശം കെട്ടഴിഞ്ഞു. അങ്ങനെ മുക്തനായി തീർന്നു രാമനും ലക്ഷ്മണനും എന്ന് ഈ ശ്ലോകം. കീശൈഃ ആശാന്തര ഉപാഹൃത ഗിരി നികരൈഃ സേതും ആധാപ്യ യാതഃ യാതൂനി ആമർദ്യ ദംഷ്ട്ര നഖ ശിഖരി ശിലാ സാല ശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സ അനുജഃ ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധഃ പതകപതിഃ ഗരുത് മാരുതൈഃ മോചിതഃ അഭൂത്. ഗരുത് മാരുതൈഃ. അപ്പോൾ അവിടെ തടുക്കപ്പെട്ടു എന്നതാണ്. മാരുതി കൊണ്ട് എന്നാവാം, കാറ്റ്, ഗരുഡൻ്റെ ചിറകടി കൊണ്ടുള്ള കാറ്റുകൊണ്ട് അങ്ങനെയാവാം. പിന്നെ തടുക്കുകയും ചെയ്തു, വിഷവീര്യത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്തു എന്നുണ്ട്. ഏതായാലും ഇവിടെ ഗരുഡൻ്റെ ചിറകടി വന്നപ്പോഴേക്കും തന്നെ ഈ വിഷവീര്യം ഇല്ലാണ്ടേ, നാഗപാശ കെട്ടഴിഞ്ഞു. ഇങ്ങനെ പദച്ഛേദം. കീശൈരാശാന്തരോപാഹൃതഗിരി നികരൈഃ സേതുമാധാപ്യ യാതോന്യാമർദ്യദംഷ്ട്രാ നഖ ശിഖരി ശിലാസാലശസ്ത്രൈഃ സ്വസൈന്യൈഃ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാന്നാഗാസ്ത്രബദ്ധ പതകപതി ഗരുന്മാരുതൈർമോചിതോ ഭൂ. ഇനി 6ാമത്തെ ശ്ലോകം. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളദസുർവാദജാനീത ശൈലഘ്രാണാൽ പ്രാണാനുപേദോ വ്യകൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖില ചമൂഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. അത്ര ശക്തി പ്രഹൃതി ഗളദസു. അവിടെ ആ യുദ്ധഭൂമിയിൽ രാവണൻ്റെ ശക്തിയാണ്. ശക്തി എന്ന ആയുധം അത് മയൻ്റെ പുത്രിയായിട്ടുള്ള മണ്ഡോദരിയെ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനമായിട്ട് മയൻ കൊടുത്തതായിട്ടൊരു പ്രത്യേക അസ്ത്രമാണ് ഈ ശക്തി എന്ന വേല്. ആ ശക്തി ആയുധം അത് പ്രയോഗിച്ചു രാവണൻ. ആ ആഘാതങ്ങളേറ്റിട്ട് പ്രാണൻ ഏതാണ്ട് നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലെത്തി ലക്ഷ്മണൻ. അത്ര ശക്തി പ്രഹൃതി ഗളദസു. അത് ഈ യുദ്ധഭൂമിയിൽ വെച്ച് രാവണൻ്റെ ശക്തി എന്ന ആയുധത്തിൻ്റെ ആഘാതമേറ്റ് ഈ പ്രാണൻ നഷ്ടപ്പെടുമോ എന്നൊരവസ്ഥയിൽ എത്തിയതായിട്ടുള്ള സൗമിത്രിഹി തു, സുമിത്രയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണൻ ആവട്ടെ, വാദജാനീത ശൈലഘ്രാണാത്, ഹനുമാൻ കൊണ്ടുവന്നതായിട്ടുള്ള ഈ ഔഷധി പർവ്വതം, മൃതസഞ്ജീവനി,
പാലാഴി തീരത്തുള്ള ഒരു പർവ്വതമാണ്. അതിലാണ് മൃതസഞ്ജീവനി ഉള്ളത്. മരുത്വാമല. ആ മരുത്വാമല കൊണ്ടുവന്നു. അതിൽ 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഈ മരുന്നുകളുണ്ടെന്നാണ് പറയുക. വിശല്യകരണി, മൃതസഞ്ജീവനി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സന്ധാനകരണി ഒന്നുകൂടിയുണ്ട്. അങ്ങനെയുള്ള ഈ പർവ്വതം ആ പാലാഴി തീരത്തുനിന്ന് ഈ മന്ദരാചലത്തിലാണ്. അവിടെ മരുത്വാമലയിലാണ് ഈ മൃതസഞ്ജീവനി മരുന്നുള്ളത്. അത് കൊണ്ടുവന്നിട്ട് വാനര സൈന്യങ്ങളിൽപ്പെട്ടതായിട്ടുള്ള സുഷേണം തുടങ്ങിയവരൊക്കെ അതിൽപ്പെട്ട വൈദ്യന്മാരാണ്. ആ വൈദ്യന്മാരാൽ ഇത് പ്രയോഗിച്ചു. അപ്പോൾ പ്രാണനെ വീണ്ടും ലക്ഷ്മണന് കിട്ടി. കുസൃതി ശ്ലാഘിനം. ആ മായാവിദ്യയിൽ ബിരുദനായിട്ടുള്ള മേഘനാഥനെ വ്യകൃണുത വധിച്ചു. മേഘനാഥനെ ലക്ഷ്മണനാണ് വധിക്കുന്നത്. 12 കൊല്ലം ആഹാരവും ഉറക്കവും ഇല്ലാണ്ട് ആരാണോ ഈ ഭൂമിയിൽ മർത്യനായിട്ട് വസിക്കുന്നത് അയാൾക്ക് മാത്രമേ എന്നെ വധിക്കാൻ പറ്റാവൂ എന്ന് ഒരു വരം വാങ്ങിയിട്ടുണ്ട് മേഘനാഥൻ. അത് അനന്ത ഭഗവാൻ അല്ലാതെ കണ്ട് വേറൊരാൾക്കും ഈ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉറങ്ങാതെ കണ്ടിരിക്കുക, ഇത് രണ്ടും പാമ്പുകൾക്കേ പറ്റൂ. അപ്പോൾ പാമ്പുകൾ അങ്ങനെ ചെയ്യും. ഈ അനന്ത ഭഗവാൻ അത് ചെയ്തു, ലക്ഷ്മണൻ അത് ചെയ്തു. കാട്ടിൽ എത്തിയ അന്ന് മുതൽ ശ്രീരാമനെ സേവിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറക്കമൊഴിച്ച് കാവല്. അതേപോലെ ആഹാരങ്ങൾ കൊണ്ടുവരും. പഴങ്ങളോ വേരോ ഇലയോ എന്താ വെച്ചാൽ കൊണ്ടുവരും. വെള്ളമൊക്കെ കൊണ്ടുവരും. അതൊക്കെ സീതയെ ഏൽപ്പിക്കും. സീത അത് രാമന് കൊടുക്കും. രാമൻ കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് ഉച്ഛിഷ്ടമാണ്. അത് സീത മുഴുവൻ കഴിക്കുകയും ചെയ്യും. ലക്ഷ്മണൻ കഴിച്ചോ എന്നുള്ളത് ചോദിക്കൽ ഏട്ടനും പതിവില്ല, ഏടത്തിയമ്മയും പതിവില്ല. രണ്ടുപേരും ലക്ഷ്മണൻ്റെ കാര്യത്തിൽ, ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. രാത്രി കാവല് ലക്ഷ്മണനാണ് ഡ്യൂട്ടി. അതുകൊണ്ട് ലക്ഷ്മണൻ കാവല് നിൽക്കുകയും ചെയ്തു. അപ്പോൾ രാത്രിയും പകലും ഉറക്കമില്ലാണ്ട് ലക്ഷ്മണൻ ഈ 12 കൊല്ലവും ആഹാരമില്ലാതെ കണ്ട് അനുജൻ അതങ്ങനെ ഒരു ഭൃത്യനെ പോലെ ചെയ്യുകയും ചെയ്തു. ഇത് വിശ്വാമിത്രൻ അന്ന് കൊടുത്തതായിട്ടുള്ള ബല അതിബല എന്നുള്ള ഈ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടാണ് അത് സാധിച്ചത്. ശ്രീരാമന് സാധിക്കാനായിട്ടല്ല, ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ലക്ഷ്മണനാണ് അത് ചെയ്തത്. അപ്പോൾ ആ മായാവിദ്യ പ്രയോഗിക്കാൻ മിടുക്കനായിട്ടുള്ള ഈ മേഘനാഥനെ ലക്ഷ്മണൻ വധിച്ചു. അതിനുശേഷം ഭഗവാനെ ശ്രീരാമ, അങ്ങ് മായാക്ഷോഭേഷു, ഈ രാക്ഷസ മായയിലുണ്ടായിട്ടുള്ള മനസ്സിൻ്റെ ക്ഷോഭങ്ങൾ അത് പരമാവധി നല്ലോണം ക്ഷോഭിച്ചു. എന്നിട്ടോ വൈഭീഷണ വചന ഹൃദസ്തംഭന, വിഭീഷണൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള മായ പ്രയോഗിച്ചുകൊണ്ട് ഈ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിഷ്ക്രിയമായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു. അതിൽ നിന്നും മോചനം നേടി ക്രിയാത്മകനായി മുക്തനായി തീർന്നു. പിന്നെ സംപ്രാപ്തം, വീണ്ടും യുദ്ധത്തിനെത്തി. കമ്പിതോർവീതലം, ഭൂമിയെ ഇളക്കുന്ന തരത്തിലുള്ള അഖില ചമൂഭക്ഷിണം, സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കാൻ കഴിയുന്നതായിട്ടുള്ള. അപ്പം അവിടെ ഈ യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് 6 മാസം കഴിയാറായിട്ടുള്ള സമയത്താണ് കുംഭകർണൻ ഉറങ്ങാൻ തുടങ്ങിയിട്ട് 6 മാസം കഴിയാറായിരുന്നു. 5 മാസം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ആ സമയത്ത് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. മേഘനാഥൻ വധിക്കപ്പെട്ടു. അല്ലെങ്കിൽ മേഘനാഥൻ വധിക്കുന്നതിൻ്റെ മുന്നേ ഒന്നുമുണ്ട്. എന്തായാലും കുംഭകർണനെ ഉണർത്തി. ആ ഉണർത്തിയതായിട്ടുള്ള കുംഭകർണൻ ഈ സൈന്യത്തെ മുഴുവൻ ഒന്നിച്ച് വിഴുങ്ങാനും വലിയ ശരീരമാണ്. രാവണൻ്റെ പോലെയല്ല. 10 തലയുണ്ട് രാവണൻ എന്നല്ല. ശരീരം അത്ര വലുതല്ല. കുംഭകർണൻ്റെ ശരീരം വളരെ വലുതാണ്. ഒരു വൃത്രനെ പോലെയാണ്. അപ്പോൾ സൈന്യത്തെ മുഴുവൻ ഭക്ഷിച്ചു കൊണ്ടേയിരുന്നു. ആയുധപ്രയോഗത്തേക്കാൾ കൂടുതൽ കാലിൻ്റെ അടിയിൽ പെട്ടിട്ടും പിന്നെ ആഹാരമാക്കിയിട്ട് വാനരന്മാരെയൊക്കെ ഒന്നിച്ച് തിന്നുകൊണ്ടും ഉണർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആഹാരം കഴിക്കണം. 6 മാസം പിന്നെ ആഹാരം. അപ്പോൾ എവിടെയാണ് കിട്ടിയെച്ചാൽ എന്താ വെച്ചാൽ ഒക്കെ തിന്നും ചെയ്യാം. പച്ചക്കറിയും തിന്നും, നോൺ വെജും തിന്നും. അപ്പോൾ നേരിട്ട് വാനരന്മാരെ ആയാലും നരന്മാരെ ആയാലും
എല്ലാവരും തിന്നാം, രാക്ഷസന്മാരാണല്ലോ, അപ്പം എന്ത് കാണിച്ചാൽ തിന്നാം. പുലിയോ സിംഹമോ ഒക്കെ തിന്നേ, അതാണ്. ആനയെ തിന്നില്ലായിരിക്കും, അതറിയില്ല. ഏതായാലും ഒക്കെ തിന്നും. അങ്ങനെ സൈന്യത്തെ മുഴുവൻ ഭക്ഷിക്കുന്നതായിട്ടുള്ള ഈ കുംഭകർണനെ ഭഗവാൻ വധിച്ചു. രാമൻ നേരിട്ട് വധിച്ചു. കാരണം വിജയനാണ്, വിജയന് രണ്ടാമത്തെ ജന്മമാണ്. രാവണൻ ജയന്റെ രണ്ടാമത്തെ ജന്മമാണ്. ഹിരണ്യാക്ഷനാണ് കുംഭകർണനായത്, ഹിരണ്യകശിപുവാണ് രാവണനായത്. അപ്പോൾ വരാഹരൂപിയായിട്ടുള്ള ഈ ഭഗവാൻ ശ്രീരാമൻ ഈ ഹിരണ്യാക്ഷനായിട്ടുള്ള കുംഭകർണനെ വധിച്ചു. ഇപ്പോൾ ഉറക്കത്തുനിന്ന് ഉണർത്തി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദോഷമുണ്ടേ, ഇടയ്ക്ക് ആയുസ് നഷ്ടപ്പെടും. ഇടയ്ക്ക് ഉറക്കത്തുനിന്ന് ഇടയ്ക്ക് ഉണർത്തി കഴിഞ്ഞാൽ ആയുസ് നഷ്ടപ്പെടുമെന്നൊരു വരം കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കുക, ആഹാരം എന്നാണ്. 6 മാസം ഉണ്ണ്, 6 മാസം ഉറങ്ങുക, അങ്ങനെയാണ്. അപ്പം അതിനെ ഉറക്കത്തുനിന്ന് രാവണനെ ഉണർത്തേണ്ടി വന്നു. പിന്നെ യുദ്ധത്തിന് വന്നപ്പോൾ അതിവീര്യം കാണിച്ചു. ആ വീര്യം സഹിക്കവയ്യാതെ കണ്ട് ഭഗവാൻ ആ കുംഭകർണനെ രോഷത്തോടു കൂടിയിട്ട് വധിക്കുകയും ചെയ്തു. അത്ര ശക്തിപ്രഹൃതി ഗളദസു സൗമിത്രിഃ തു വാദജാനീത ശൈലഘ്രാണാത് പ്രാണാൻ ഉപേദഃ കുസൃതി ശ്ലാഘിനം മേഘനാദം വ്യഗൃണത ത്വം മായാക്ഷോഭേഷു വൈഭീഷണ വചന ഹൃദസ്തംഭന സംപ്രാപ്തം കമ്പിതോർവീതലം അഖില ചമൂഭക്ഷിണം കുംഭകർണം വൃക്ഷിണോഹോ ഹനിച്ചു, വ്യക്ഷിണോഹോ ഹനിച്ചു. അവിടെ മേഘനാഥനും കുംഭകർണനും വധിക്കപ്പെട്ടു എന്ന് ഈ ശ്ലോകം. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രഹൃതി ഗളദസുർവാദജാനീത ശൈലഘ്രാണാൽ പ്രാണാനുഭേദോ വ്യഗൃണുത കുസൃതി ശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചന ഹൃദസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖില ചമൂഭക്ഷിണം വ്യക്ഷിണോസ്ത്വം. മാത്രമല്ല അതിൽ ഈ ശക്തി എന്നുള്ള ആയുധത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. ശക്തി ഭഗവാനെ വധിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു വെച്ചതാണ്. അല്ല, ആ സമയത്ത് വാങ്ങുമ്പോൾ അത് തിരിച്ചിട്ടില്ല എന്നാലും. അപ്പം അങ്ങനെ 6ാമത്തെ ശ്ലോകം. ഇനി 7ാമത്തെ ശ്ലോകം നമുക്ക് അടുത്തേക്ക് പറയാം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. 4, 5, 6 ശ്ലോകങ്ങൾ ഇപ്പോൾ പറഞ്ഞു.